ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും നമ്മുടെ പി ദിവ്യ ഓർക്കുന്നുണ്ടല്ലോ. പി ദിവ്യയുടെ ഒരു FB പോസ്റ്റ് വന്നിട്ടുണ്ട് പുതിയതായിട്ട്. ഡോഗ്സ് വിൽ ബാർക്ക് ബട്ട് ദ എലഫൻറ്റ്സ് കീപ്പ് വാക്കിംഗ്. അതിനകത്ത് ചെറിയ ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്, ചെറിയ അപ്പോസ്ട്രോഫി അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ പോട്ടെ, അതൊക്കെ നമുക്കങ്ങ് മൈൻഡ് ചെയ്യേണ്ടെന്ന് വയ്ക്കാം. പക്ഷേ പി ദിവ്യ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ADM നവീൻ ബാബുവിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട പി ദിവ്യയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാവർക്കും പി ദിവ്യയൊക്കെ ഭയങ്കര ഫേമസ് പേഴ്സണാലിറ്റികളല്ലേ, നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പി ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മുടെ വീണ ജോർജിനെ ഘോരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അതായത് ചാണ്ടിയുമ്മൻ്റെ ഷോ ഓഫും വീണ ജോർജിൻ്റെ ഒരു നിസ്സഹായാവസ്ഥയൊക്കെയാണ് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും, പ്രത്യേകിച്ച് ഇലക്ഷനും കൂടെ അടുത്ത് വരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു വാഗ്വാദവും വാക്പോരും ഒക്കെ നമ്മൾ യൂഷ്വലി എപ്പോഴും തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിനെക്കുറിച്ചൊന്നും പറയണ്ട. പക്ഷേ എന്നാലും ഒരു കമ്മ്യൂണിസ്റ്റുകാരിക്ക് നൊന്ത് കഴിഞ്ഞാൽ മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരി എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് പി ദിവ്യ. പിന്നെ അത് മാത്രമല്ല, പ്രത്യേകിച്ച് ഒരു മരണം സംഭവിക്കുമ്പോൾ അത് വെച്ച് മുതലെടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ ഒരു മരണം സംഭവിച്ചു, ഒരാളുടെ മരണത്തിന് കാരണമാകുക എന്ന് പറയുന്നത് നമ്മളെയൊക്കെ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശപ്പെട്ടൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഏറ്റവും ഒരിക്കലും ചിന്തിക്കാൻ പോലും നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് നമ്മൾ കാരണം മറ്റൊരു ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. പക്ഷേ പി ദിവ്യയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമാണ് ജീവനുള്ളത്, ജീവിതമുള്ളത്. ബാക്കി ആർക്കും, വേറെ ആരും ജീവിക്കുന്നില്ല, വേറെ ആർക്കും ജീവനില്ല, അവരൊക്കെ റോബോട്ടുകളാണെന്നുള്ളതാണ് പി ദിവ്യയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എന്തായാലും ചാണ്ടിയുമ്മനെയൊക്കെ ഭയങ്കരമായിട്ട് വിമർശിച്ച് പോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ചാണ്ടിയുമ്മൻ എന്തായാലും കിട്ടിയ അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഇനി ഒരു കാര്യമുണ്ട്, ഇപ്പം കെട്ടിടം തകർന്ന് വീണു, തൊട്ടപ്പുറത്തൊരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനുണ്ടായിരുന്നു. എന്തായാലും ഇലക്ഷന് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന കെട്ടിടമാണ്, ഉദ്ഘാടനം ചെയ്യാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇലക്ഷൻ എടുക്കുമ്പോൾ എന്തായാലും ഉദ്ഘാടനം ചെയ്യും. പക്ഷേ അതിലും ഈ പൊളിഞ്ഞു വീണ കെട്ടിടം 1964 വന്ന പണിഞ്ഞ കെട്ടിടം എന്ന് പറയുന്നത്, അതിനും 4 വർഷം മുന്നേ ഒരു ഹോസ്റ്റൽ കെട്ടിടം പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ദുരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിപ്പം എന്താന്ന് പറഞ്ഞാലും അതൊന്ന് കണ്ടു നോക്കേണ്ടത് തന്നെയാണ്. അവിടുത്തെ ബീഹാറിലുള്ളൊരു വിദ്യാർത്ഥി പറയുന്നുണ്ട്, അവരുടെ ബീഹാറിൽ ഇതിലും നല്ല ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട് എന്നുള്ള. നീറ്റ് എഴുതി പാസ്സായ ഒരു കുട്ടിയാണിത് പറയുന്നത്. ബീഹാർ സ്വദേശിയാണ്. ആ കൊച്ചാണ് പറയുന്നത്, അവരുടെ ബീഹാറിലുള്ളത് പോലും ഇതിലും നല്ല സൗകര്യമുള്ള ഹോസ്റ്റലുകളാണെന്നുള്ളത്. അപ്പം കേരളം ഈ എല്ലാത്തിലും നമ്പർ 1 ആണ് കേരളം, പ്രത്യേകിച്ച് ആരോഗ്യകാര്യത്തിൽ കേരളം നമ്പർ 1 ആണ്. എവിടെയാണ് കേരളത്തിൻ്റെ സ്ഥാനം എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഹാപ്പിനെസ് ഇൻഡെക്സ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. 18ാം സ്ഥാനമാണ് കേരളത്തിന് 15ാം സ്ഥാനം, 18 എണ്ണത്തിൻ്റെ ലിസ്റ്റ് വന്നതിൽ 15ാം സ്ഥാനത്താണ് കേരളം എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പം ബാക്കി 3 ഉള്ളൂ, ആന്ധ്രാപ്രദേശ്, വേറെ ഏതോ 2 കൂടെ ഉള്ളൂ. അത്ര നല്ല വികസനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്.